മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. എടക്കര, വഴിക്കടവ്, പോത്തുക്കൽ, ചുങ്കത്ര ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അധികാരമേൽക്കലാണ് ഞായറാഴ്ച രാവിലെ പ്രൗഢമായ ചടങ്ങുകളിൽ നടന്നത്. ഓരോ പഞ്ചായത്തുകളിലും മുതിർന്ന അംഗങ്ങൾക്ക് ഭരണാധികാരികൾ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പോത്തുകല്ലിൽ മുതിർന്ന അംഗം കോടാലിപ്പോയിൽ വാർഡിൽ നിന്നും വിജയിച്ച എ.പി. സാദിഖ് അലിക്ക് വരണാധികാരി ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ ഷാഹുൽ ഹമീദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സാദിഖ് അലി ബാക്കിയുള്ള 18 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എടക്കരയിൽ മുതിർന്ന അംഗം വിലാസിനിക്ക് വരണാധികാരി നിലമ്പൂർ വിദ്യാഭ്യാസ ഓഫീസർ ജേക്കബ് സത്യൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വിലാസിനി മറ്റുള്ള 18 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വഴിക്കടവിൽ മുതിർന്ന അംഗം ആലങ്ങാടൻ മുഹമ്മദിന് വരണാധികാരി നിലമ്പൂർ സിവിൽ സപ്ലൈസ് ഓഫീസർ ബാലകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുഹമ്മദ് മറ്റുള്ള 22 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വരക്കുളം വാർഡിൽ നിന്നും വിജയിച്ച അംഗം ശശി പുള്ളാലിൽ ശബരിമല ദർശനത്തിന് പോയതിനാൽ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഇദ്ദേഹം പിന്നീട് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. ചുങ്കത്രയിൽ മുതിർന്ന അംഗം പൂക്കോട്ടുമണ്ണയിൽ നിന്നും വിജയിച്ച അറക്കൽ ഐസക്കിന് വരണാധികാരി ഭൂരേഖ വിഭാഗം തഹസിൽദാർ വിനോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഐസക് മറ്റുള്ള 21 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റ ശേഷം ഗ്രാമപഞ്ചായത്തുകളിൽ ആദ്യ ഭരണസമിതി യോഗം ചേർന്നു. ഓരോ പഞ്ചായത്തിലും മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിലാണ് ആദ്യ ഭരണസമിതി യോഗം നടന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിന് വരണാധികാരികൾ നോട്ടീസ് നൽകുകയും ചെയ്തു. സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാൻ മുൻ പ്രസിഡന്റുമാരും അംഗങ്ങളും പുതിയ അംഗങ്ങളുടെ ബന്ധുക്കളും വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, എടക്കര.